അറിവ് സമ്പാദിക്കുന്നവർ പല മര്യാദകളും പാലിച്ചിരിക്കണം. പഠനം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വയ്ക്കുക. സമ്പത്ത്, സ്ഥാനം, പേര്, പ്രശസ്തി, മറ്റുള്ളവരിൽ നിന്നുള്ള വ്യതിരിക്തത, അവനെ സമീപിക്കുന്നവരുടെ ആധിക്യം തുടങ്ങി ഐഹിക നേട്ടങ്ങളിൽ യാതൊന്നും ഉദ്ദേശിക്കരുത്. പ്രപഞ്ചത്യാഗം, മുഖപ്രസന്നത, സഹിഷ്ണുത, ക്ഷമ, സൂക്ഷ്മത തുടങ്ങിയ സവിശേഷ ഗുണങ്ങൾ സ്വീകരിക്കുക. നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തായ കർമ്മങ്ങളും ദിക്റുകളും ദുആകളും നിർവഹിക്കുക. വിജ്ഞാനത്തെ നിസ്സാരമായി കാണാതിരിക്കുക. വിജ്ഞാനം സ്വീകരിക്കാൻ എല്ലാവിധ അഴുക്കുകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധിയാക്കണം. കൃഷിക്കു വേണ്ടി കൃഷിയിടം നന്നാക്കുന്നത് പോലെ വിജ്ഞാനത്തിനു വേണ്ടി ഹൃദയം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ കേന്ദ്രവും അതിനെ നിയന്ത്രിക്കുന്നതും ഹൃദയമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയം ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് മോശമായാൽ, അത് നാശമായാൽ ശരീരം മുഴുവനും നാശമായി. അറിയുക, അതാണ് ഹൃദയം. അസൂയ, അഹങ്കാരം, ഉൾനാട്യം, പോര് തുടങ്ങിയ ആത്മീയമായ രോഗങ്ങളിൽ നിന്നെല്ലാം പഠിതാവ് ഹൃദയത്തെ മുക്തമാക്കണം എന്നർത്ഥം. അസ്സലാമു അലൈക്കും.